ഹായ് നിത. ഹായ്. താളമേളം റൗണ്ടിൽ വന്നിരിക്കുകയാണ്. അതെ അതെ, കളർഫുൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. അധികം ആർഭാട ആക്സസറീസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ താളവും മേളവും ഇവിടെ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ. അത് നമുക്ക് ഷുവറാണ് അല്ലേ? ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാനിന്ന് തങ്കപ്പുതുമങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങാണ്. ഈ സോങ് എഴുതിയിട്ടുള്ളത് മൻസൂർ കിളിനക്കോട് എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഇത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അനീഫ മുടിക്കോട്. രണ്ടുപേരും എൻ്റെ ജില്ലക്കാരാണ്. പിന്നെ ഇത് പാടിയിട്ടുള്ളത് അഫീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ്. ഇതൊക്കെയാണ് ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഈ രണ്ടുപേരും നിതയുടെ ജില്ലക്കാരായതുകൊണ്ടും ഈ പാട്ട് ഇപ്പൊ പാടുന്നത് ആ ജില്ലക്കാരി ആയതുകൊണ്ടും ഇതെല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടാവട്ടെ. അവർ രണ്ടുപേരും ഇതിനു മുമ്പ് കുറെ പാട്ടുകളും ഹിറ്റ് സോങ്സും ഒക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലേക്ക് നിത ഗംഭീരമായിട്ട് ഈ പാട്ട് തകർത്ത് പാട്. ഓക്കെ.
നിത ഓ ഒരു അടിപൊളി താളമേളം, അതിനൊരു കൈയടി നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കസ്ട്ര അൻവർക്ക് അവിടെ നിന്ന് താളം പിടിക്കുമായിരുന്നു. അതുകൊണ്ട് അൻവർക്ക് പറയൂ, എങ്ങനെയാണ് നിതയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച്? നിതക്കുട്ടി അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്തു. താങ്ക് യു. നമ്മളെ റൗണ്ട് എന്താണോ ആവശ്യപ്പെടുന്നത്, താളമേളമാണല്ലോ, അപ്പോൾ അത് ചടുലമായിട്ട് തന്നെ വളരെ മനോഹരമാക്കി മക്കള്. നല്ല സുന്ദരമായൊരു പാട്ട്. എനിക്ക് താനം തനതന്തിന്നോ താനം തന, അത് ഈ സ്പീഡാവുന്നതിന് മുന്നേ ഒരു ബ്രീത്ത് എടുക്കാനൊരു സ്ഥലം കിട്ടാനായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താനം തനതന്തിന്നോ ഇപ്പോൾ താനന്തരം തിന്നോ ഒരു ഓഫ് ബീറ്റ് പിടിച്ചപ്പം അത് ആ ഒരു പ്രശ്നം വരേണ്ട ഒരു സ്ഥലം കഴിച്ചിലായിപ്പോയി. നല്ല ക്ലീനായിട്ട് അതൊക്കെ പോയി. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് നമ്മുടെ ലൈവ് ചെയ്ത് ശീലമുള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. എനിക്ക് അതാണ് പെട്ടെന്ന് എനിക്ക് കത്തി പെട്ടെന്ന് അത് കൊള്ളാമല്ലോ, ആ രസമുണ്ടല്ലോ. ഒരു ഓഫ് ബീറ്റിൽ പിടിച്ചപ്പം നമുക്ക് ആവശ്യത്തിന് ബ്രീത്ത് എടുക്കാനും പറ്റി, പാട്ടിൻ്റെ മനോഹാരിത കളയാതിരിക്കാനും പറ്റി. ടോട്ടലി നല്ല രസമായി. പിന്നെ ലാൻഡിങ്ങിൽ അടിച്ച് പൊളിച്ച് തകർത്ത് ഒരു സ്പീഡൊക്കെ എടുത്ത് നല്ല ടെമ്പോയിലെടുത്ത് നിർത്തിയത്. അവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടല്ല, ക്ലീൻ ആയിരുന്നു. നല്ല സുന്ദരമായ താളമേളം, അടിച്ചുപൊളി. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം നിതാ, എന്താണിത്? താളമേളം. താളമേളം. ഇതാണ് താളമേളം. ഇതാണ് താളമേളം. ഇതായിരുന്നു താളമേളം കേട്ടോ. ശരിക്കും ഇതാണ് താളമേളം. അടിച്ചു പൊളിച്ചു മോളെ, നന്നായിട്ട് പാടി. ആ ഒരു ടിപ്പുണ്ടല്ലോ, നീയാണ് ഇപ്പൊ ഇത് ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തന്നെ കേട്ടോ, ഈ ഒരു ടിപ്പ്, അഡ്ജസ്റ്റ്മെന്റ് ടിപ്പ്. ഓക്കെ, അങ്ങനെ വന്നു, അങ്ങനെ വന്നതാ. അതെ, അങ്ങനെയാണ്. ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തല്ല. അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അല്ല, അത് പറയുമോ, ലൈവ് ചെയ്യാനുള്ള ഒരു ത്വര മനസ്സിലുള്ളവർക്ക് അത് തന്നെ വരും. അതെ അതെ, അതാണ്. അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നല്ല കിഡിലൻ കമന്റ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടിയത്.